വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. നമ്മൾ തോട്ടിലേക്ക് പോകാൻ പോവാണ്, തറവാട്ടിലേക്ക് പോകാൻ പോവാണ്. എന്നിട്ട് അവിടെ ഒരു തോടുണ്ട്. അപ്പോൾ കുട്ടീസിന് ഭയങ്കര ആഗ്രഹം തോട്ടിലേക്ക് പോകാൻ. ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താവെന്ന് അറിയില്ല. നമുക്ക് ആദ്യം തറവാട്ടിലേക്ക് പോകാം, എന്നിട്ട് അവിടെ നിന്ന് നേരെ തോട്ടിലേക്ക് പോകാം. അപ്പോൾ വായു നമുക്ക് പോവാം. ഐശുകുട്ടി തേനാ ഐശുകുട്ടി അത് പോയാ ഐശുകുട്ടി എങ്ങടാ പോണ്? പാപ്പാട്ടിക്കാ തറവാട്ടിക്കാ? അവിടെ ആരെ കാണാൻ? വല്യമാനല്ലേ? ഇങ്ങോട്ട് നോക്കിട്ട് പറ. തോട്ടിക്ക് പോയ മോളാ? തോട്ടിലെന്തുട്ടുള്ള? അതിലാന്റെ അടുത്തേക്കാ തോട്ടിക്ക് പോകാൻ പോണ ഐശ? എന്തിനാ തോട്ടിക്ക് പോണ്? വെറുതെയാ? കുളിക്കാനാ? മീൻ പിടിക്കാനാ? മീനുണ്ടോ? നിന്നെ മീനിട്ട് കൊടുക്കും. കുളിക്കാൻ ചുച്ചുവിന് കുളിക്കണോ തോട്ടില്? ചുച്ചു മീനുണ്ടാവും. മീൻ പിടിക്കണോ? കുളിക്കണോ ചുച്ചുവിന്? കൊറേ ആൾക്കാരൊന്നുണ്ടാവില്ല, ആരുണ്ടാവില്ല. എന്തുട്ടാ ബാഗില്? ഉടുപ്പാണോ? കുളിക്കുമ്പോ നനയുമ്പോ ഇടാനുള്ള ഉടുപ്പാണോ? ഷർട്ട് മാത്രം ഉടുപ്പാണോ? പോണ് ഇങ്ങട് വാ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാഗിനുള്ളിൽ പാൻറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡ്രസ്സൊന്നും കൊണ്ടുപോകണില്ല. ആ ഡ്രസ്സ് ഊരിട്ടിട്ട് കുറച്ച് നേരമല്ലേ നമ്മൾ കളിക്കുന്നുള്ളൂ. അപ്പോൾ കളി കഴിഞ്ഞ് പിന്നെ അതന്നെ ഇടാലോ എന്നുള്ള ഇതിൽ നമ്മൾ എല്ലാവർക്കും പാൻറ്റീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിന് അവിടെ ഒരു റോട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവർ എന്തായാലും റോട്ടിലേക്ക് ഓടും. അത് കാരണം നമ്മളവിടെ അടുത്തുള്ളൊരു വീട്ടിൽ ഇങ്ങനെ കയറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓട്ടോ വന്നപ്പോൾ നമ്മുടെ റോട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഓട്ടോ വന്ന് നമ്മളതിൽ കയറി പോവാണ് കേട്ടോ. ആദ്യം തറവാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യമേ വല്യമാനോട് നമ്മൾ തോട്ടിൽ പോവാന്ന് തോട്ടിക്ക് പോകണം, കുട്ടികളെയും കൊണ്ട് തോട്ടിക്ക് പോകണം, അവർക്ക് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്യപ്പ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞുണ്ണികളെയും കൊണ്ട് തോട്ടിലേക്കൊന്നും പോകണ്ട, അവിടെ നല്ല ഒഴുക്കുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്യപ്പാക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒട്ടും സമ്മതിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ നല്ല മഴയായിരുന്നില്ല. ഇപ്പോൾ വെയിൽ ചെറുതായിട്ട് വന്നു തുടങ്ങിയ കാരണം, ചെറുതായിട്ടല്ല നല്ല വെയിലായി ഇപ്പോൾ. അത് തന്നെ വെറ്റിയിട്ടുണ്ടാവും, വെള്ളമൊക്കെ ഒരു വിധത്തിൽ വെറ്റിയിട്ടുണ്ടാവും. എന്തായാലും പോകണമെന്നും പറഞ്ഞിട്ട് വന്നേക്കണേ. അങ്ങനെ ഇതാണ് നമ്മുടെ വെല്ലിപ്പാടെ ചായക്കട. അപ്പുറത്ത് വീടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പട വെല്ലിമ്മ അങ്ങനെ ഇപ്പോൾ കൈക്ക് വേദന ഉള്ള കാരണം അങ്ങനെ എപ്പോഴും പരിപ്പടൊക്കെ ഉണ്ടാക്കാറില്ല. ഇന്ന് എന്തായാലും സ്പെഷ്യലായിട്ട് പരിപ്പട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെല്ലിമ്മയുടെ പരിപ്പട. കുഞ്ഞുനാൾ മുതലേ കഴിക്കുന്നതാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞുനാളിലൊക്കെ പാലും വെള്ളമായിരുന്നു കേട്ടോ ഞങ്ങൾ കുടിക്കാറ്. ഇപ്പോൾ ചായ ആക്കിയിട്ടുണ്ട്. കല്യാണം കഴിയണ വരെ പാലും
പാലും വെള്ളം തന്നെയായിരുന്നു. ഇപ്പം അടുത്താണ് ചായ. അങ്ങനെ നമ്മൾ ചായയും പരിപ്പടൊക്കെ കുടിച്ചതേന വീണ്ടും മാമാടെ ഓട്ടോറിക്ഷ തന്നെ വിളിച്ചു വന്നിട്ട് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷെ ഇവരെല്ലാവരും കൂട്ടി നടക്കുന്നത് ഇത്തിരി ടാസ്ക് ആണെന്നും പറഞ്ഞത് നമ്മൾ ഓട്ടോറിക്ഷയിൽ തന്നെ അവിടെ വന്ന് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോ പോവില്ല, കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇടവഴിയിൽ കൂടെ ഇങ്ങനെ എല്ലാവരും വരിവരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്യമ്മയുടെയും വലിയപ്പാടും കുറച്ച് തുണികളുണ്ടായിരുന്നു, അതും നമുക്ക് തോട്ടിൽ അലക്കാം, വല്യമ്മ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇതിനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാട് പിടിച്ച് എന്താ പറയുക, നിറച്ചും പുല്ലാണ് കേട്ടോ നടക്കുന്ന വഴിയിലൊക്കെ. വെള്ളം ഉണ്ടോ വല്യമ്മ? അയ്യോ അത്ര മതി. ഇതിലേ നമ്മ കൊറേ ഹായ് മീനുകളൊക്കെ കണ്ടാ നിന്നെ തോട് കൂട്ടം ബഹുജനങ്ങൾ തോട്ടിലിറങ്ങാൻ വന്നേക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാം, അതമ്മ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. നിന്നെ തോട് ഇഷ്ടായ? എവിടെ ഇനി എങ്ങടാ? അവിടെ ആൾക്കാരുണ്ടാ? ബഹളം കേൾക്കണ്ടല്ലോ. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് എന്താ ഇറങ്ങാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞാൽ നമ്മൾ നടക്കാണ്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇതിലേ ഞങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. നിന്നസിൻ്റെ ബിപ്പിക്കുട്ടിയുടെയൊക്കെ പ്രായത്ത് ഞങ്ങളുടെ വീട് ശരിക്കും ഈ തോടിൻ്റെ അപ്പുറത്തായിരുന്നു. എന്നിട്ട് തോട് അപ്പോൾ പാലൊന്നും ഉണ്ടായിരുന്നില്ല, തോട് കടന്നാണ് നമ്മൾ വലിയപ്പാടും വീട്ടിലേക്ക് വരുന്നത്. എന്താ പറയുക, ഭയങ്കര ഒരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ. കുറേ നാളായി വന്നിട്ട് ഇങ്ങോട്ട് നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി നടക്കാണ്. എൻ്റെ വീട് പണ്ടപ്പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിതിൽ നിന്നുവിൻ്റെ ഒക്കെ പ്രായത്ത് തോട് നീന്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കിടക്കാറ് കേട്ടോ. വല്യമ്മയുടെ അവിടേക്ക് വരാറ്. നമ്മുടെ വീട് ഇവിടെ ആയിരുന്നു പണ്ട്. ഇവിടെ പണ്ട് ഇതുണ്ടായിരുന്നില്ലല്ലേ, പാലുണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ചെറുപ്പത്തിൽ പാലുണ്ടായിരുന്നോ? ഞാൻ വന്നിട്ടില്ല. തോട്ടിൽ ആണെങ്കിൽ ഒട്ടും വെള്ളമില്ല. ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിലായില്ലേ. അപ്പോൾ എന്താ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് ഭാഗ്യമായി എന്ന് വേണമെങ്കിൽ പറയാം. ചിച്ചുക്കുട്ടിയുടെ മുട്ടിന് അത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചില ഭാഗത്ത് ഇത്തിരി കൂടുതലുണ്ട്, ചില ഭാഗത്ത് നല്ല നിരപ്പായി കിടക്കുന്ന ഭാഗത്ത് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ
ഒരു പാമ്പിനെ കണ്ടോടി എടാ എന്താ ചിച്ചു ഫോട്ടോ കിട്ടിയില്ലേ? അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, തോട്ടിൽ കളിച്ചു കുളിച്ചു. അങ്ങനെ ദേ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ. അപ്പം ഞാൻ പറയാണ് എൻ്റെ അനിയത്തിനോട്, ദേ നമ്മൾ ഇതിലേ വന്നത് നിനക്ക് ഓർമ്മയുണ്ടാ, അതിലേ വന്നത് ഓർമ്മയുണ്ടാ? പക്ഷെ അവൾ ചെറുതായിരുന്നു കേട്ടോ. ഞാൻ നിന്നുൻ്റെ അത്രക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതിന് താഴെയാണ് എൻ്റെ അനിയനും അനിയത്തിയൊക്കെ. അപ്പം അവൾക്കൊന്നും ചെറിയ ഓർമ്മകളുള്ളൂ, എൻ്റെ പോലത്തെ ഓർമ്മകളില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ദേന ഈ പാലൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഞങ്ങൾ പോവാണ് കേട്ടോ, തിരിച്ച് പോവാണ്. അപ്പോൾ 2 ചേട്ടന്മാർ വന്നു അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വർത്താനൊക്കെ ചോദിച്ചു. പറഞ്ഞു വന്നപ്പോൾ പരിചയമുള്ള ചേട്ടന്മാരാണ്, പണ്ട് മുതലേ ഇവിടെ താമസിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലായി, ഉമ്മച്ചീനൊക്കെ മനസ്സിലായി. അങ്ങനെ നമ്മൾ തോട് കണ്ടു, കുളിച്ചു, തിരിച്ചു വരികയാണ്. മതിയായി, ലേറ്റ് ആവാനായിട്ട്, അതാണ് നമ്മൾ പോവാണ്. ഇനി നമുക്ക് വീട്ടിലെത്തണം. കുട്ടീസ് ദേന പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം അമ്മച്ചിയുടെ ഫോണിലാണ് കേട്ടോ കുറച്ചൊക്കെ എടുത്തത്. ആവോ അപ്പോൾ ഇതിനെ പണ്ടത്തെ വഴികളൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഞങ്ങൾ ഈ വഴിക്കൊന്നും ഒരു മാറ്റില്ല കേട്ടോ. ഈ വഴി കൂടെയാണ് ഞങ്ങൾ വെല്ലുമ്മയുടെ വീട്ടിലേക്ക് കയറി പോകുക. അപ്പോൾ കല്ലും ഇതൊക്കെ ആയിട്ട് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, ഒരു മാറ്റമില്ല. വെല്ലുമ്മക്കൊന്നും ഒട്ടും കയറാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റോട്ടിലെത്തി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ, സീ യു.